നമസ്കാരം. വിദേശത്ത് ജീവിക്കുന്ന ഓരോ പ്രവാസിയുടെയും ജീവിതം അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഇത്തരത്തിൽ പ്രവാസികളെ സാരമായി ബാധിക്കാറുണ്ട്. അതിലൊന്നാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ കണ്ടുവരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുമൂലമുണ്ടാകുന്ന മഴക്കെടുതികളും. സൗദി അറേബ്യയിൽ നിലവിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതായത് അടുത്ത തിങ്കളാഴ്ച വരെ സൗദി അറേബ്യയിൽ ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും ഉണ്ടായേക്കാം. പല നഗരങ്ങളിലും ആലിപ്പഴം വീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചെങ്കടലിന് മുകളിലൂടെ കാറ്റിന്റെ വേഗത വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ ആയിരിക്കും. അറേബ്യൻ ഗൾഫിൽ തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശിയേക്കാം. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ എല്ലാവരും സിവിൽ ഡിഫൻസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പറയുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും നദീതീരങ്ങളിൽ നിന്നും മാറി നിൽക്കുക, യാത്രകൾ കഴിവതും ഒഴിവാക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തിറങ്ങുക, സുരക്ഷിതമായ യാത്രയ്ക്ക് വാഹനങ്ങൾ വേഗത കുറച്ച് ഓടിക്കുക, ഇടിമിന്നലുള്ളപ്പോൾ തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക. മഴക്കെടുതികൾ പ്രവാസികളെയും സാരമായി ബാധിക്കും. സൗദിയിൽ പ്രളയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവാസി തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുണ്ട്. പലപ്പോഴും അവരുടെ താഴ്ന്ന പ്രദേശങ്ങളിലെ താമസ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും സാധന സാമഗ്രികൾ നശിച്ചു പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതുമൂലം പല പ്രധാനപ്പെട്ട രേഖകളും പല പ്രവാസികൾക്കും പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ നശിച്ചു പോയതു മൂലം പലരും ജോലിക്കും മറ്റുമായി പോകാൻ പ്രയാസപ്പെടാറുണ്ട്. എന്നാലും ഇത്തരം ദുരന്തമുഖങ്ങളിൽ പരസ്പരം സഹായിച്ചും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തും പ്രവാസി സമൂഹം മാതൃകയായിട്ടുണ്ട്. വെള്ളക്കെട്ട് മൂലം ഓഫീസിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കുമുള്ള യാത്ര തടസ്സപ്പെടുന്നത് പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. മൊത്തത്തിൽ മഴക്കെടുതികൾ, ഗതാഗത കുരുക്ക്, വൈദ്യുതി തകരാറുകൾ, ആശയവിനിമയ തടസ്സങ്ങൾ എന്നിവയിലൂടെ പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെയൊക്കെ ബാധിക്കും. 2025 ജനുവരിയിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളായ മക്ക, മദീന, കിഴക്കൻ പ്രവിശ്യകൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നു. ജിസാൻ, നജ്റാൻ, അൽ-ബാഹ, അസീർ, മക്ക തുടങ്ങിയ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. റോഡുകളിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. നിരവധി വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങുകയും രക്ഷാപ്രവർത്തനങ്ങൾ ആവശ്യമായി വരികയും ഒക്കെ ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളാണ് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ മഴ വലിയ ദുരന്തങ്ങൾ തന്നെയാണ് വരുത്തിവെക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി നിരവധി പ്രളയങ്ങൾ സൗദി അറേബ്യയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2009 ജിദ്ദ പ്രളയമാണ്. 2009 നവംബർ 25 ജിദ്ദയിൽ പെയ്ത കനത്ത മഴ നഗരത്തെ വെള്ളത്തിനടിയിലാക്കി. ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ 70 മില്ലിമീറ്റർ മഴയാണ് അന്ന് രേഖപ്പെടുത്തിയത്. ഇത് സാധാരണമായി ഒരു വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയുടെ ഇരട്ടിയാണ്. ഈ പ്രളയത്തിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും 10,000-കണക്കിന് കെട്ടിടങ്ങൾക്ക് നാശം നേരിടുകയും ഒക്കെ ചെയ്തു. നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് ദുരന്തത്തിന്റെ പ്രധാന കാരണമായി പറയുന്നത്. 2022 നവംബറിലും 2023 ജനുവരിയിലുമായി ജിദ്ദയിലും മക്കയിലും ശക്തമായ മഴയും പ്രളയവും ഉണ്ടായിരുന്നു. ഈ പ്രളയങ്ങളിൽ ആളപായം കുറവാണെങ്കിലും സ്കൂളുകളും വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടുകയും യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. 2024 മെയ് മാസത്തിലും റിയാദിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ നഗരത്തിലെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ദുരിതത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.